ഹായ് ഗൈസ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സേഫായിട്ടിരിക്കട്ടെ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിങ്ങും പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ കേട്ടോ. അതേപോലെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റമായിട്ടുള്ള മുർത്തബക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്, റെസിപ്പി. പിന്നെ ഒരു കാപ്പിച്ചിനോ കോഫി അതിൻ്റെ കൂടെ ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു ഷോപ്പ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോണത് മാൾ ഓഫ് മസ്കറ്റിലാണ്. പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് ശരിക്കും 3 ദിവസം ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോകാനൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ പിന്നെ പെരുന്നാൾ ഡ്രസ്സ് എന്തിനാ, അതൊരു ചടങ്ങിന് മാത്രം എടുക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ലുലുവിലേക്കൊക്കെ പോകുന്നത്, മോളിലേക്കൊക്കെ പോകുന്നത്. ശരിക്കും കുട്ടികൾക്കൊക്കെ കൊതിയായിട്ടുണ്ട്. എനിക്കും മോളിലൊക്കെ ഒന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാനും നോക്കാനൊക്കെ, എടുത്തില്ലെങ്കിലും ഒന്ന് കാണാനെങ്കിലും അങ്ങനെയുള്ളൊരു ഇതിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഷാഫിക്ക കുട്ടികൾക്കുള്ള ഡ്രസ്സ് നോക്കുകയാണ്. പിന്നെ എനിക്കുള്ളത് ലുലുവിൻ്റെ ഷോപ്പിലാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഷാഫിക്ക അവിടെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എൻ്റെ നോക്കാമല്ലോ. ബൈ ടു ഗെറ്റ് 1 ഫ്രീ ഒക്കെ ഉണ്ട് എല്ലാ ഡ്രസ്സിനും. ഞാൻ കുറേ നോക്കി. എനിക്കാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ് വേണ്ടത്. അബായ സെക്ഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ കളക്ഷൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ആളുകളൊക്കെ നേരത്തെ വന്ന് എടുത്ത് പോയതാണോ എന്നും അറിയില്ല കേട്ടോ. ഈ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ടോപ്സൊക്കെ എവിടെ കണ്ടാലും ഞാനൊന്ന് എടുത്ത് നോക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഫേവറേറ്റ് കളറാണ് യെല്ലോ. അപ്പം പക്ഷേ ഇതിന് ഫ്രണ്ട് ഓപ്പൺ ഒന്നുമില്ല, അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ നമ്മുടെ ലുലുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഷാഫിക്കാക്ക് ഒരു ഷർട്ട് എടുക്കണം. അപ്പോൾ അതിന് H&Mൽ കയറി നോക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഷാഫിക്ക ഷർട്ടൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്നും എടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെഹ്റ ടെക്സ്റ്റൈൽസിൽ കൂടി ഒന്ന് കയറുകയാണ്. ഇവിടെ നിന്ന് എനിക്ക് 1-2 സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇവിടെ കാര്യമായിട്ട് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ്. എന്താ പറയുക, നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല മെറ്റീരിയൽസ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സും മെറ്റീരിയൽസും ഒക്കെ നമുക്കിവിടെ കിട്ടും. ശരിക്കും സ്റ്റിച്ചിങ് അറിയുകയാണെങ്കിൽ സുഖമാണ്, നമുക്ക് തന്നെ നമ്മളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ പെരുന്നാൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്.
ഗൈസ്, അപ്പോൾ എൻ്റെ പ്രാവശ്യത്തെ പെരുന്നാൾ ഡ്രസ്സാണ് ഇത്. സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ രാത്രി ഒരു സ്പെഷ്യൽ ഫുഡായിട്ടുള്ള മുത്തബക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ പർപ്പസ് ഫ്ലോർ ഇല്ലേ, അതെടുക്കുക. അതൊരു 3 കപ്പ്. പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് റെഡിയാക്കാമല്ലോ. മുത്തബക്ക് ശരിക്കും സ്റ്റഫ്ഡ് പൊറോട്ട പോലെയുള്ള ഒരു ഫുഡാണ്. ഞാൻ സാധാരണഗതിയിൽ ചിക്കനാണ് എടുക്കാറ്, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ബീഫാണുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ ബീഫ് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, മീൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മട്ടൻ കൊണ്ടും ഉണ്ടാക്കാം, ചിക്കന് അല്ലെങ്കിൽ ബീഫ്, മട്ടൻ ഒക്കെ ബോൺലെസ് ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള കുറച്ച് സ്പൈസസ് നമ്മൾ എരിവിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഒരു 1/2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക കുറച്ച്. പിന്നെ കുറച്ച് ഞാൻ ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുക്കായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കുന്നുണ്ട്, നമ്മുടെ ബീഫ് കുക്കായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു പച്ചമുളക്, ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി ഇത്രയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് മല്ലിയില, പിന്നെ നമ്മുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ബീഫ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുത്തബക്കിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിന്ന് 1 സ്പൂൺ എടുത്തിട്ട് വയ്ക്കുക. എന്നിട്ട് പിന്നെ 4 സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഇത് നമുക്ക് തവയിൽ ചുട്ടെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പരത്തുമ്പോൾ കുറച്ച് വലിയ ബോൾ എടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് പരത്തുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ അത് ഇനി ഫോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പലകയിൽ സ്റ്റിക്കായിട്ട് പോവും. മാവ് ഞാൻ ശരിക്കും 2 ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന അത്ര വലുപ്പത്തിലാണ്, ഒരു കൈ അത്യാവശ്യം നിറയെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല കൈ കൊണ്ട് പരത്തിയെടുക്കുക. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ റോൾ വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ഫില്ലിങ്സ് വെക്കേണ്ടത്. എന്നിട്ട് 4 സൈഡും ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് തവയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കുക്കായി വരുന്ന പോലെ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഞാൻ തവയിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള എണ്ണ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ സൈഡും നല്ല കളറിൽ നല്ല ഒരുപോലെ കുക്കായി കിട്ടും. നമുക്ക് ഇതുപോലെ ചീസ് ഇട്ടിട്ടും ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചിക്കൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടുതൽ ലൈക്ക്, കമൻസ്, വ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് വീഡിയോസ് കൂടുതൽ ചെയ്യാനും താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാപ്പിച്ചിനോ കോഫി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. അത് വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് തന്നെ ഉള്ളൂ അത് ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ 2 സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതിലേക്ക് 2 സ്പൂണ് ഷുഗർ, പിന്നെ ഒരല്പം വെള്ളം, അത് കൂടിയിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഇത് ശരിയാവില്ല, പക്ഷേ അത് പിന്നീടാണ് ചേഞ്ച് ആവും. നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു കോഫീൻ്റെ മിക്സ് കിട്ടും നമുക്ക്. അത് നമുക്ക് കുറച്ച് പാലിൽ, ചൂടുള്ള പാലിൽ നമുക്ക് 2 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പിച്ചിനോ റെഡി. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബക്ക്, അതിൻ്റെ കൂടെ കാപ്പിച്ചിനോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും. അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.